അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹവുമായി കുശലം പറഞ്ഞു. ഈ പറയുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ചായകുടി സദസ്സിലും അദ്ദേഹം ഉണ്ടായിരുന്നു. സജീവമായി എല്ലാവരുമായിട്ടും അദ്ദേഹം സംസാരിച്ചു, കുശലം പറഞ്ഞു. പലരും അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് വന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നത്തെ ആ ചടങ്ങിലെ എന്താ പറയുക, ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറയുന്നത് മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവും ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പലരും ഞങ്ങളുടെ ഒപ്പം ഇരുന്ന പല ആൾക്കാരും തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, സ്ട്രെച്ചറിലാണോ വന്നത്, വീൽ ചെയറിലാണോ വന്നത്, ആംബുലൻസ് എവിടെയെന്നൊക്കെ വളരെ നർമ്മത്തോടു കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇതുപോലെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ ആരോഗ്യമല്ല, ആരോഗ്യേതരമായ കാരണങ്ങളാണ് എന്നുള്ള കാര്യം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി അടിവരയിട്ടപ്പെട്ടിരിക്കുകയാണ്. യെസ്, ധനസുമോദുണ്ട്. സുമോദ, ജഗദീപ് ധൻഖർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആരോഗ്യ പ്രശ്നമായിരുന്നു അദ്ദേഹത്തെ അലട്ടിയത്, അതുകൊണ്ടാണ് രാജി എന്നായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം അവിടെ ചടങ്ങിലെത്തിയപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമേ ഫീൽ ചെയ്യുന്നില്ലെന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് മാത്രമല്ല, ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പറയുന്നത് ഈ ജഗദീപ് ധൻഖറിന് പ്രത്യക്ഷത്തിൽ ഒരു ആരോഗ്യ പ്രശ്നവും കാണാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു. മാത്രമല്ല, ഈ ചടങ്ങിനെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജഗദീപ് ധൻഖറുമായി സംസാരിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. പക്ഷെ ആ ഭാഗത്തേക്ക് പോലും മുഖം കൊടുക്കാതെ പ്രധാനമന്ത്രി ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ ഹാൾ വിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സാധാരണ സർവകക്ഷി യോഗമായാലും ഇതുപോലുള്ള പ്രധാനപ്പെട്ട അതിഥികളും പ്രധാനപ്പെട്ട ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഉള്ള സമയത്ത് കേവലം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഹാൾ വിട്ടു പോകാതെ അവരോടെല്ലാവരും കുശലം പറയുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി. പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ജഗദീപ് ധൻഖർ ഇന്ന് ചടങ്ങിലെത്തിയപ്പോൾ എന്തായിരുന്നു ആ രാജിക്ക് പിന്നിൽ എന്ന ചോദ്യം വീണ്ടും ശക്തമാവുകയാണ്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.